തായ്ലൻഡിലെ പട്ടായയിലുള്ള ടൈഗർ പാർക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷനാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും അവിടുന്ന് കിട്ടുന്നത് വളരെ റയറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാനും സുഹൃത്ത് റൂഫ്കയും കൂടെയാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ചെറുതായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതെ, സമയം കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര നിയമങ്ങളാണ്ടത് ഓക്കെ ഓക്കെ റിമെമ്പർ. അപ്പോ ഇതാണ് സംഭവം. കറക്റ്റ് ടൈമാണ്. ഒരു സെക്കൻഡ് എക്സ്ട്രാ കിട്ടൂല. താങ്ക് യു. അപ്പൊ അതെ, 2 ടൈഗറും ഓരോ ബ്രാൻഡിലെ നമ്മള് കൂട്ടുന്ന ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ സംഭവമൊക്കെ മനസ്സിലാവണം എന്താ വെച്ചാല്, ഇതൊരു ഹാഫ് സഡേഷനിൽ ഇങ്ങനെ ഇട്ടുകായിരിക്കും. കാരണം ഇതുപോലെ നമ്മൾ ഇവിടെ കാണുന്ന ബാക്കി ടൈഗേഴ്സിനെ പോലെ ഇങ്ങനെ നടക്കുന്നതോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ആക്റ്റീവായിട്ടോ കാണുന്നില്ല. ഒരു ഹാഫ് സഡേഷനിൽ കെടുത്തിയിട്ടായിരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡിൽ ഇതിനെതിരെ ഒരുപാട് ക്രിറ്റിസിസം വരുന്നുണ്ട്. അതൊക്കെ ആയിരിക്കാം കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ആൾക്കാർ ഇങ്ങനെ തൊടാനും പിടിക്കാനും ഫോട്ടോ എടുക്കാനും നിന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഇൻസ്ട്രക്ഷൻ, നമ്മൾ അതിന്റെ പിറകു ഭാഗത്ത് മാത്രമേ തൊടാൻ പാടുള്ളൂ എന്നുള്ളത്. സോ അതൊക്കെയാണ് ടൈഗർ പാർക്കിലുള്ള ഒരു വട്ടം തൊടാൻ ഒരു എക്സ്പീരിയൻസ്, ഒരു ബ്രാൻഡ് എന്നൊക്കെ പറയാം. അതിന് അപ്പുറത്തൊക്കെ ഒരു വലിയ സംഭവമൊന്നുമില്ല. നമ്മളെന്താ പറയാ, ഒരു സാധാരണ കിട്ടാത്തൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത് മാത്രം. ഈ സാധനങ്ങളെ കണ്ടോ നിങ്ങള്? ഇതിന്റെ വെറും 30 ടൈഗേഴ്സ് ഈ ദുനിയാവിൽ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് അവരെ പഠനം വെച്ച് പറയുന്നവർ. ഓക്കെ, ഹൗ മെനി ഗോൾഡൻ ടൈഗേഴ്സ് ആർ ലെഫ്റ്റ്. നല്ല രസമുണ്ടല്ലേ കാണുമ്പോൾ തന്നെ? നല്ലൊരു മുഞ്ചുണ്ട്. ഇതിന്റെ ഫെയറാവുന്നുണ്ട്. അടുത്തുനിന്ന് ഇങ്ങനെ ടൈഗേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, 2 ഇഞ്ച് ഗ്യാപ്പുള്ളത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ചെറിയൊരു പേടിയുണ്ടെങ്കിലും ഒരു രസം. ഇവിടെ ഉള്ള ഓരോ ടൈഗറിൻ്റെയും അതിന്റെ പ്രായം, അതിന്റെ ബാക്കി ക്യാരക്ടേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കൈയൊന്ന് ഷോക്ക് അടിച്ചിട്ട് നന്നായിട്ട് നല്ല ഉഷാറായിട്ടൊന്ന് ഷോക്ക് അടിച്ച്. ഈ സാധനം നല്ല ഷോക്കാണ്, നല്ലൊരു അർത്ഥടിച്ച് തെറിച്ചു പോയി. ഞാൻ ഒരു തൊടാതിരിക്കുക. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ, അപ്പോൾ അതിമ തൊടാതിരിക്കുക. ഓരോ ടൈഗേഴ്സിന്റെ വലിപ്പം നോക്കി ഞങ്ങള്. എജാതി വലിപ്പം ഓരോന്ന് കൊള്ളണില്ല ക്യാമറയിൽ. ഓരോന്നാ നടക്കുന്നതിന്റെ വലിപ്പം നോക്കിയാ മനസ്സിലാവും. ഇതാ അടുത്താള്. അപ്പുറത്തതാ നല്ല സ്ട്രോങ്ങിൽ ഒരാൾ നടന്നുകൊണ്ടിരിക്കണം. ഏർലി മോർണിംഗ് വരുമ്പോൾ തിരക്ക് കുറവായിരിക്കും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല്, അതുപോലെ ഉറങ്ങി തൂങ്ങിയിട്ടുള്ള ഒരു സഡേഷനിലൊക്കെയാണ് കിട്ടുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ ഒന്നും കൂടെ എല്ലാ ടൈഗേഴ്സും ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ നല്ലതായിരിക്കും. ഒരു 11 മണി സമയത്തൊക്കെ വരിക, അത്ര തിരക്ക് ഉണ്ടാവില്ല. പിന്നെ അങ്ങോട്ട് വൈകുന്നേരം ആവുന്നതിനനുസരിച്ച് തിരക്ക് കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ മല്ലു ന്യൂസ് ഫോളോ ചെയ്യുക. വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.